ഈ ബൈക്കിന്റെ പുറകിലൊന്നും ഇരുന്നാ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് വേണ്ട. പോലീസുകാരേക്കാൾ സദാചാര പോലീസുള്ള നാടല്ലേ ഇത്. അവരെ പേടിച്ചിട്ടല്ല, എന്റെ അനിയത്തിമാരെ ഓർത്താ. അതാണ് പെണ്ണ്. അതായിരിക്കണം ഒരു നല്ല പെണ്ണിന്റെ ക്യാരക്ടർ. ഹലോ മിസ്റ്റർ അഭിമന്യു, അപ്പൊ അങ്ങനെ ആയിരിക്കണം പെണ്ണിന്റെ ക്യാരക്ടർ അല്ലേ? അപ്പൊ അനിയത്തിയായ എന്റെ ക്യാരക്ടർ ഒട്ടും കൊള്ളില്ല അല്ലേ? അതിനും ഞാനൊന്നും പറഞ്ഞില്ല. ഒന്ന് ചുമ്മാതിരി മോനെ, തനിച്ചിരുന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അത് ഞാനിങ്ങനെ വെറുതെ ഒന്നുമല്ല, ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് പോക്ക്? ഉരുളല്ലേ, ഈ തന്നെ ഇരുന്ന് സംസാരിക്കുന്നതും എന്തോർത്ത് ചിരിക്കുന്നതും ഒക്കെ എന്തിന്റെ ലക്ഷണമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പോടി അവിടുന്ന്. അവളുടെ ഒരു പിടിച്ചു വലിക്കുന്നു. സത്യം പറ, അവളല്ലേ അഭിയേട്ടന്റെ മനസ്സില്? ആര്? ആ പഞ്ചരത്നം, ഏറ്റവും മൂത്ത രത്നം. നീ പറഞ്ഞത് ശരിയാ. ഇന്നെന്തോ അമൃത അവളും മനസ്സിൽ നിന്ന് പോകുന്നില്ല. Are you in love? അങ്ങനെയൊന്നുമില്ലടി. നിനക്ക് എന്നെ അറിയില്ലേ? പെമ്പിള്ളവരോട് കൊഞ്ചാനും കുഴയാനും പഞ്ചാര വർത്താനം പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എന്നാലും അവളോടൊരു ഇഷ്ടമുണ്ട് ഏട്ടന്. ആരോടാടാ നിനക്കിഷ്ടം? അമ്മേ, ഈ ഏട്ടൻ കൈവിട്ട് പോയെന്നാ തോന്നുന്നേ. മനസ്സ് നിറച്ച അവളാണിപ്പോ. ആ അമൃത, പഞ്ചരത്നം. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇവിടെ ഒറ്റയ്ക്കിരുന്നേ തന്നെത്താനെ ഓരോന്ന് പറയാ അവളെ കുറിച്ച്. ആണോടാ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൂട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. കൂട്ടിരുന്നത് സഹതാപം കൊണ്ട് തന്നെ. ആശ്രയിക്കാൻ ആരുമില്ലാത്ത പെൺകുട്ടികളല്ലേ അവര്. ഒരു മനുഷ്യത്വം കാണിച്ചെന്നേ ഉള്ളൂ. അതെ. എന്താടി? സംരക്ഷണം ഏറ്റെടുത്തപ്പോ അവൾക്കും ഒരടുപ്പം തോന്നിയിട്ടുണ്ടാവും. നീ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കണ്ട. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏട്ടന് സമ്മതമാണോ? എന്തിന്? എന്തോന്നാടി ഇത്? ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുകൂടിയില്ല. നല്ല കുട്ടിയാണെങ്കിൽ നമുക്ക് ആലോചിക്കാടാ. അമ്മ വെറുതെ ഇവള് പറയുന്ന കേട്ടോണ്ട് അത് ശരി ഒരു മനുഷ്യനെ വെറുതെ പ്രലോഭിപ്പിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. ഇങ്ങനെയൊക്കെയാ ഒരു തെറ്റും ചെയ്യാത്ത ചിലരൊക്കെ ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ വളരെ സൂക്ഷിക്കണം മോളെ. ഇപ്പോഴത്തെക്കാൾ കരുതലോടെ വേണം ജീവിക്കാൻ. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്നുവെച്ച് ആൾക്കാരോട് ഇടപെടാതെ ജീവിക്കാൻ പറ്റൂ ചേച്ചി? അവസരം മുതലെടുക്കുന്ന മൃഗങ്ങളാണ് ഏറെയും. വൃത്തികെട്ടവൻ. എന്തുപറ്റി? ആരെക്കുറിച്ചാ നീ സംസാരിക്കുന്നെ? എന്റെ ഹോസ്പിറ്റലിലെ ആ വൃത്തികെട്ടവനുണ്ടല്ലോ, ഡോക്ടർ മൈക്കിൾ തരകൻ. അയാളെ കുറിച്ച് തന്നെ. വക്കീലിനെ കാണണോ പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ ഒന്നും നിശ്ചയില്ലാതെ നിന്നപ്പോ അയാളുടെ സഹായം ചോദിച്ചു പോയി. ഞാൻ അയാളുടെ ഇഷ്ടത്തിന് നിന്നു കൊടുത്ത എന്തും ചെയ്തു തരാന്ന് പോലും. ഏയ് ചേച്ചി ചോദിക്കാനും പറയാനൊന്നും പോണ്ട, നല്ലത് കൊടുത്തിട്ടുണ്ട് ഞാൻ അയാൾക്ക്. ആ സ്ഥാനത്താ നമ്മൾ അഭിമന്യുവിന്റെ വലിപ്പം മനസ്സിലാക്കേണ്ടത്. കാര്യം ഇവിടെ കയറി വന്ന് കണ്ണി കണ്ടനൊക്കെ കുറ്റം പറയുമെങ്കിലും ഒരാവശ്യം വന്നപ്പോ അയാൾ അങ്ങേയറ്റം ഉപകരിച്ചു. ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെയാ അയാൾ സ്റ്റേഷനിൽ വന്നതും ചേച്ചി കണ്ടതും ഒക്കെ. ആപത്ത് സമയത്താ നമ്മൾ ശരിക്കും മനുഷ്യരെ തിരിച്ചറിയുന്നതും മനുഷ്യത്വം എന്താണെന്ന് അറിയുന്നതും. അഭിമന്യു അങ്ങനെ സ്റ്റേഷനിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ചേച്ചിയുടെ അവസ്ഥ? വന്നെന്ന് മാത്രമല്ല, എന്നെ ഒറ്റയ്ക്കാക്കാതെ ആ നേരം മുഴുവൻ സ്റ്റേഷനിൽ കൂട്ടിരുന്നില്ലേ, വക്കീലിനെ കൊണ്ടുവന്നില്ലേ. ഒരു നേട്ടവും പ്രതീക്ഷിച്ചല്ലത്. നീ പറഞ്ഞ ഡോക്ടറെ പോലെ ശരീരത്തിൽ കണ്ണുവച്ചില്ലല്ലോ. നമ്മൾ കരുതിയതുപോലെയല്ല, ഒരു നല്ല മനുഷ്യനാ അഭിമന്യു. പക്ഷേ നമ്മളത് തിരിച്ചറിയാൻ വൈകി.